ബാല്യകാലം പിന്നിട്ട് കൗമാരത്തിലേക്കുള്ള കുട്ടികളുടെ വളർച്ചാഘട്ടം വളരെ നിർണായകമാണ്. വളർച്ചയുടെ ഘട്ടത്തിലെ നിർണായകമായ പല വികാസങ്ങളും ഉണ്ടാകുന്നത് കൗമാരത്തിലാണ്. മാനസികമായ വളർച്ചയും വേഗത്തിലുള്ള ശാരീരിക പരിണാമങ്ങളും വികാസങ്ങളും സംഭവിക്കുന്നതും സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നതും ഈ പ്രായത്തിലാണ്. തങ്ങളുടെ ബന്ധങ്ങളുടെ ലോകം മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കുട്ടികൾ ശ്രമിക്കുന്ന പ്രായം കൂടിയാണ് കൗമാരം. കുട്ടികൾ തങ്ങളുടെ ചങ്ങാതിമാരുടെ സ്വാധീന വലയത്തിൽ പെടാൻ തുടങ്ങുന്നതും പുറം ലോകവുമായുള്ള ബന്ധം ദൃഢപ്പെടുന്നതും ഈ പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അവരുമായി ഏറ്റവും കൂടുതൽ അടുക്കേണ്ട സമയവും ഇതുതന്നെയാണ്. സാധാരണ പ്രായമാകുമ്പോഴേക്കും കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് അകന്നു പോവുകയും പലതും അവരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൃത്യമായ അവബോധം ഉണ്ടാകുകയും പക്വത നേടാൻ തുടങ്ങുന്നതും കൗമാരത്തിലാണ്. അവരുടെ മാനസിക നില കുറച്ചുകൂടി അപഗ്രഥന സ്വഭാവം കൈവരിക്കുന്നു. അവരുടെ ആലോചനകൾ അമൂർത്ത സ്വഭാവം കൈവരിക്കുന്നു. സ്വതന്ത്രമായി ചിന്തിക്കാനും അഭിപ്രായം രൂപീകരിക്കാനും ശ്രമിക്കുന്നതും ഈ പ്രായത്തിലാണ്. ഇത് അങ്ങേയറ്റം സർഗാത്മകമായ കാലമാണ്. ആദർശവാദം രൂപപ്പെടുന്നു. പുതിയ കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും തുടങ്ങുന്നു. സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങുന്നു. പക്ഷേ ചങ്ങാതിമാരുടെ സ്വാധീന വലയത്തിൽ കുടുങ്ങുന്ന കുട്ടികൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും ആരോടും പറയാതെ പരിണിത ഫലമുണ്ടാക്കുന്ന പല തീരുമാനങ്ങളും എടുക്കാനും തുടങ്ങുന്നു. സ്വന്തം ശരീരത്തോട് കുട്ടികൾക്ക് സ്നേഹം വളരെ കൂടുതലായിരിക്കും. കഴിവും സാമർഥ്യവും വർദ്ധിക്കുന്ന ഈ പ്രായം ജീവിതത്തിലെ തന്നെ നിർണായക സമയമാണ്. പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് വശംവദരാകാൻ സാധ്യതയുള്ള പ്രായമായതിനാൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മബോധം കുട്ടികളിൽ വളരാൻ തുടങ്ങുന്നതും ഈ പ്രായത്തിലാണ്. താൻ മുതിർന്നയാളായി എന്ന ഒരു വിശ്വാസം അവരിൽ ഉണ്ടാകും. പക്ഷേ പല സാഹചര്യങ്ങളിലും താൻ കുട്ടിയായി പരിഗണിക്കപ്പെടുമ്പോൾ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതിനാൽ മാതാപിതാക്കളുമായും അധ്യാപകരുമായും മറ്റും മുതിർന്നവരുമായുമൊക്കെ വഴക്കുകൾ പതിവായി മാറും. അസ്തിത്വബോധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുട്ടി അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നത് ഈ പ്രായത്തിലാണ്. താൻ മുതിർന്നയാളാണോ അതോ കുട്ടിയാണോ എന്ന സംശയം അവനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ചിലപ്പോൾ അവരെ മുതിർന്നയാളായി പരിഗണിക്കുമ്പോൾ മറ്റു ചിലപ്പോൾ അവരെ കുട്ടിയായാവും പരിഗണിക്കുക. ഇത് അവരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഉദാഹരണമായി, കളിക്കാൻ പോയി വൈകി വരുന്ന കുട്ടിയോട് വീട്ടിൽ പറയുന്നത് മുതിർന്നില്ലേ, ഇനിയെങ്കിലും ഇങ്ങനെ കളിച്ചു നടക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൂടെ എന്നാവും. ഇനിയും അവൻ മുതിർന്നവർക്കിടയിൽ ചെന്ന് വീട്ടുകാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാലോ കിട്ടുന്ന മറുപടി അതിനിവിടെ മുതിർന്നവർ ഉണ്ടെന്നും കുട്ടികൾ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി എന്നുമാവും. മുതിർന്നു എന്ന സ്വയം തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ മുതിർന്നവർ അംഗീകരിക്കാതെ വരുമ്പോൾ അനുഭവിക്കുന്ന അസ്തിത്വ ദുഃഖം അങ്ങനെ ഉടലെടുക്കുന്നു. വൈകാരിക അസ്ഥിരത ഈ പ്രായത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. നിമിഷ വേഗത്തിലാണ് ഇവരിൽ വികാരങ്ങൾ മാറി മാറി പ്രതിഫലിക്കുന്നത്. തിരയടങ്ങാത്ത കടലിനോട് ഉപമിക്കാം നമുക്ക് അവരുടെ വൈകാരിക വിശുദ്ധതയെ. അടിക്കടി അത് വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. വികാരത്തിൻ്റെ നിമ്നോന്നതകളിലേക്ക് അവർ നിമിഷ വേഗത്തിൽ പ്രയാണം ചെയ്യും. ഇത് കടുത്ത മാനസിക സംഘർഷത്തിന് കാരണമാകും. ഏകാഗ്രത കുറയാനും ഈ വൈകാരിക അസ്ഥിരത കാരണമാകും. സാമൂഹികമായ അംഗീകാരം വളരെയേറെ കൊതിക്കുന്ന ഒരു ഘട്ടമാണ് കൗമാരം. ഈ പ്രായത്തിൽ കുട്ടികളിൽ സ്വാതന്ത്ര്യവാഞ്ഛ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒന്നും നിർദ്ദേശങ്ങൾ അവർ ചെവിക്കൊള്ളില്ല. അത് മിക്കവാറും തർക്കങ്ങൾക്കിടയാക്കുകയും ചെയ്യും. കൗമാരക്കാർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ സാരമായതിനെ മാത്രം പ്രശ്നങ്ങളായി കാണുകയും അവയ്ക്ക് മാത്രം പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുക. ഉപദേശം കഴിയുന്നത്ര ചുരുക്കിയും കാര്യമാത്രമായതും പ്രസക്തമായതും മാത്രം നൽകുക. അമിതമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഒന്നാമതായി കുട്ടിയുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കും. കൂടാതെ മുതിർന്നവരുടെ വില കളയുകയും ചെയ്യും. അല്ലെങ്കിലേ ഇടഞ്ഞു നിൽക്കുന്ന ഒരു പ്രായമാണിത് എന്ന് മനസ്സിലാക്കി വേണ്ടിടത്തും വേണ്ടാത്തിടത്തും നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക. എന്നാലോ അവർക്കാവശ്യമായ പ്രോത്സാഹനവും സഹായങ്ങളും നൽകുകയും വേണം. കൽപ്പനകൾ ഒഴിവാക്കി സ്നേഹത്തോടെയും മൃദുവായും സംസാരിക്കുക. സ്നേഹവും പരിഗണനയും ആവോളം നൽകുക. ഏതു സാഹചര്യത്തിലും കൂടെ ചേർത്ത് നിർത്തുക. അവരുടെ തെറ്റുകളും ശരികളും ആവലാതികളും പരിഭവങ്ങളും പരാതികളുമൊക്കെ തുറന്ന് സംസാരിക്കാൻ അവസരം നൽകുക.
ന്യായവിധികളില്ലാതെ അവരെ മുഴുവനായും കേൾക്കുക. തെറ്റു സംഭവിച്ചാൽ ആക്രോശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിനു പകരം തെറ്റിൻ്റെ ആഴം സമാധാനപരമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് തെറ്റു തിരുത്താനുള്ള അവസരം നൽകുക. വ്യക്തി സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ മുതിർന്നു വരുന്ന വ്യക്തികളാണ് എന്ന വ്യക്തമായ ധാരണയോടെ കഴിയുന്നത്ര മേഖലകളിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക. ഓരോ വ്യക്തിക്കും തനതായ ഒരു അസ്തിത്വവും വ്യക്തിത്വവുമുണ്ട്. കൗമാരക്കാരും വ്യത്യസ്തമല്ല. അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് ആവശ്യത്തിന് ആശയ അഭിപ്രായ ജീവിത സ്വാതന്ത്ര്യം നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ആരായുകയും അവർക്ക് ആവശ്യമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സമ്മോഹനമായ കാലഘട്ടമാണ് കൗമാരം. അവരുടെ സ്വപ്നവസന്തത്തിൻ്റെ കാലം, ഉത്കടമായ ആഗ്രഹങ്ങളുടെ കാലം, പ്രണയം പൂവിടർത്തുന്ന കാലം എന്നുവേണ്ട ജീവിതം അതിൻ്റെ സർവ്വവിധ സൗന്ദര്യത്തോടും കൂടി പൂ ചൂടി നിൽക്കുന്ന കാലം. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാലഘട്ടവുമാണ് കൗമാരം. ചിന്തയിലെ, പ്രവൃത്തിയിലെ, ആഗ്രഹങ്ങളിലെ, സ്വപ്നങ്ങളിലെ ദുർമേധസ്സുകൾ അതിൻ്റെ സർവ്വവിധ രാക്ഷസീയതയോടെയും അവരിൽ പെരുങ്കളിയാട്ടമാടുന്ന കാലഘട്ടവും ഇതേ കൗമാരം തന്നെയാണ്. ശരിയായ ദിശയിലേക്കല്ല സഞ്ചാരമെങ്കിൽ, അങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്യന്തം വിസ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൗമാരം കുട്ടികളെ കൊണ്ടെത്തിക്കും. താരാരാധനയും സമീകരണവും വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വന്തം ആരാധനാപാത്രമായ താരമായി സ്വയം മാറുന്ന അവസ്ഥ സംജാതമാവും. ജീവിത മാതൃകകൾ രൂപീകരിക്കുന്നതും അവരെ അനുകരിക്കാൻ തുടങ്ങുന്നതും ഈ പ്രായത്തിലാണ്. മിക്കവാറും മാതൃകകളെല്ലാം തന്നെ തങ്ങളുടെ ചുറ്റുപാടും നിന്നാവും കുട്ടികൾ കണ്ടെത്തുന്നത്. പെൺകുട്ടികളുടെ ആദ്യകാല മാതൃകകൾ അമ്മയും അധ്യാപികയും ഒക്കെ ആകുമ്പോൾ മിക്കവാറും ആൺകുട്ടികളുടെ എല്ലാം മാതൃക അച്ഛനായിരിക്കും. കൗമാരക്കാരൻ്റെ മനസ്സിനെ നമുക്ക് ഉരുകിയ മെഴുകിനോട് ഉപമിക്കാം. അതിനെ ഏതു തരത്തിൽ വേണമെങ്കിലും വളരെ വേഗം വാർത്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഏത് അച്ചിലാണ് അത് വീഴുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അവർ ചീത്തയാകാനും നല്ലതാകാനും കാരണക്കാർ ഒരു പരിധിവരെ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവുമാണ്. വീട്ടിലെ അന്തരീക്ഷവും പുറത്തുള്ള ചുറ്റുപാടും നന്നായാൽ അവരും നന്നാകും. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ പരമാവധി കുറച്ച് സ്വന്തം ജീവിതം അവർക്ക് മാതൃകയാക്കി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അത് കണ്ട് അവരും ജീവിക്കട്ടെ.